നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തെളിവിന്റെ വെളിപാടുകൾ. കറൻസി പ്രതിസന്ധി പരിഹാരമില്ലാതെ തുടരവേ മോദിക്കെതിരെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി രാഹുൽ. നോട്ട് നിരോധനത്തിലൂടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ അഴിമതി നടത്തിയെന്ന ആക്ഷേപം. അതിനിടെ വിഷയത്തിൽ പ്രധാനമന്ത്രിയും രാഹുലും നടത്തുന്നത് സൗഹൃദ മത്സരമെന്ന് അരവിന്ദ് കെജ്രിവാൾ. മോദി നടത്തിയ അഴിമതിക്ക് തന്റെ കൈവശം തെളിവുണ്ടെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ. കറൻസി വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിക്കാൻ BJP തന്നെ അനുവദിക്കാത്തത് ഭയം കാരണമെന്നും രാഹുൽ. എന്നാൽ ശീതകാല സമ്മേളനം തുടങ്ങിയ ശേഷമുള്ള 20 ദിവസം രാഹുൽ എവിടെയായിരുന്നെന്ന ചോദ്യവുമായി കേന്ദ്രമന്ത്രി അനന്ത് കുമാർ. അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് രാഹുൽ മാപ്പ് പറയണമെന്നും BJP. മോദിക്കെതിരെ തെളിവുണ്ടെന്ന് പറയുന്ന രാഹുൽ അത് പാർലമെന്റിന് പുറത്ത് വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി അരവിന്ദ് കെജ്രിവാൾ. അഴിമതി മൂടിവെക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുന്നുവെന്നും ഡൽഹി മുഖ്യമന്ത്രി. അതേസമയം നോട്ട് നിരോധനത്തിലൂടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ശക്തമായ സാമ്പത്തിക പരിവർത്തനത്തിനെന്ന് മോദിയുടെ മറുപടി. ഉരുകുന്ന ശീതകാലം. കറൻസി പരിഷ്കരണം സംബന്ധിച്ച ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധം. കേന്ദ്ര സർക്കാരിന്റെ സമവായ നിർദ്ദേശം പ്രതിപക്ഷം തള്ളിയതോടെ ചർച്ച വീണ്ടും പ്രതിസന്ധിയിൽ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിനെതിരായ അഴിമതി ആരോപണത്തിലും കോൺഗ്രസ് പ്രതിഷേധം ശക്തം. 450 കോടിയുടെ ക്രമക്കേടിൽ റിജു വിശദീകരണം നൽകണമെന്നും ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും കോൺഗ്രസ്. കേസിൽ മന്ത്രിയുടെ തെളിവ് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുകാട്ടിയും സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. റിജുവിനെതിരായ ആരോപണത്തിൽ മൗനം പാലിച്ച കേന്ദ്രം. നോട്ടിൽ മയപ്പെടാതെ. കറൻസി പരിഷ്കരണത്തിൽ പ്രതിഷേധം പുറത്തേക്ക് വ്യാപിപ്പിച്ച UDF. സംസ്ഥാനത്തെ പ്രശ്നങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടത്തിയ UDF ധർണയിൽ കേന്ദ്രത്തിനെതിരെ നേതാക്കൾ ഉന്നയിച്ചത് രൂക്ഷ വിമർശനങ്ങൾ. നോട്ട് പിൻവലിക്കൽ ദേശീയ ദുരന്തമെന്ന് AK ആന്റണി. പ്രധാനമന്ത്രിയും ധനമന്ത്രിയും രാജ്യത്തോട് ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റം. മുൻകരുതലില്ലാത്ത പ്രഖ്യാപനം രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. സഹകരണ പ്രതിസന്ധിയിൽ കേന്ദ്രം ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യം. കറൻസി പരിഷ്കരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ആസൂത്രിത നീക്കം നടത്തുന്നുവെന്നും വിമർശനം. ഉമ്മൻചാണ്ടി വിട്ടുനിന്ന ധർണയിൽ MP-മാരും MLA-മാരും. മുഖം മിനുക്കി സർക്കാർ. വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് സർക്കാർ വിജ്ഞാപനം. ചെയർമാനായി M. രാജഗോപാലൻ നായരെ നിയമിക്കും. പുനഃസംഘടനാ നടപടികൾ വൈകുമെന്നതിനാൽ അതുവരെ നിയമനങ്ങൾ PSCക്ക് വിടാനും മന്ത്രിസഭാ തീരുമാനം. സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകൾക്ക് മെയ് 31 വരെ മൊറട്ടോറിയം. വിജിലൻസ് പുതുതായി 24 തസ്തികകൾ രൂപീകരിക്കും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന് കീഴിൽ 15 പുതിയ സബ് സെന്ററുകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പ്രതിവർഷം നൽകുന്ന സാമ്പത്തിക സഹായം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ തീരുമാനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2620 രൂപ, പവൻ 20,960 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.